ഞാൻ ഒരു ചോദിക്കട്ടെ, ഒരു പ്രസംഗം എന്ന് പറയുന്നത് നമ്മൾ പ്രസംഗ കല എന്ന് നമ്മൾ പറയാറുണ്ട്. ശരിക്കും പ്രസംഗം എപ്പോഴാണ് ഒരു കലയായിട്ട് മാറുന്നത്? അതൊരു അത്രയും ആൾക്കാരെ ഒരു ആസ്വദിപ്പിക്കാനുള്ളൊരു മാധ്യമമായിട്ട് കഥയെ മാറ്റാൻ കഴിയുന്നപ്പോൾ പ്രസംഗം കലയായിട്ട് മാറുന്നത് പ്രസംഗക്കല തന്നെയാണ്. കലയായിട്ട് മാറുന്നത് പ്രസംഗം നമ്മുടെ അറിവ് പകരാനുള്ള അല്ലെങ്കിൽ ആരെയും ഉത്ബോധിപ്പിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടത്താതിരിക്കുമ്പോഴാണ്. അതിനകത്ത് ഒരുപാട് കലാംശങ്ങളുണ്ട്. ഒരു പ്രസംഗം എങ്ങനെ തുടങ്ങണം, ആ പ്രസംഗം എങ്ങനെ അവസാനിപ്പിക്കണം. പ്രസംഗം അവസാനിപ്പിക്കുന്നത് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു മൊമെന്റിലായിരിക്കും. അതായത് പ്രസംഗം നമുക്ക് നിർത്താവുന്നതിന് മുമ്പേ നിർത്തണം. തീർന്നു പോയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന നിമിഷത്തിൽ പ്രസംഗം നിർത്തണം. ഒരു ഫലിതം പറഞ്ഞുകൊണ്ട് പ്രസംഗം ആരംഭിക്കാം. നമ്മൾക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങൾ സ്വയമേവ വരുന്നത് മാത്രമേ പ്രസംഗവേദിയിൽ പറയാവൂ. സുകുമാർ അഴീക്കോട് പലപ്പോഴും പറയുന്ന ഒരു തമാശയുണ്ട്. ഇപ്പം ഒരു പ്രസംഗം പറഞ്ഞു അത്രേ, എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് വള്ളത്തോളിൻ്റെ 4 വരികളാണ്. പിന്നെ ആ വരികൾ ഓർമ്മ വരാതിരിക്കുകയും ചെയ്തു. അയാളെങ്ങനെ പോയെന്ന് അറിഞ്ഞൂടെ അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ ഏച്ചുകെട്ടുകൾ പാടില്ല. പ്രസംഗത്തിലെ ഫലിതങ്ങൾ പോലും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ചില സംഭവങ്ങളെ ഇംപ്രൂവൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കണം. അപ്പോൾ വളരെ പ്രസംഗം കേൾക്കാതിരിക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരിതിനേക്കാൾ മിടുക്കരാണെന്ന് അവർക്ക് തന്നെ അറിയാം. ആ പൂർണ്ണ ബോധത്തോടെയാണ് അവരിയ്ക്കുന്നത്. ഇയാൾക്ക് അറിയുന്നതിനേക്കാൾ കാര്യം ഇതിനെക്കുറിച്ച് അറിയാം. അപ്പം അവരുടെ ആ ഉറച്ച വിശ്വാസത്തെ എവിടെയെങ്കിലും അതിൻ്റെ കുമിള പൊട്ടിച്ചുകൊണ്ട് വേണം നമ്മൾ കയറാൻ. അതിന് ഫലിതം വളരെയധികം സഹായിക്കും. അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് അവിടെ തന്നെ ഉണ്ടായ ഒരു സംഭവം. ഇതൊന്നും ഒരിക്കലും നേരത്തെ പ്രിപ്പയർ ചെയ്താവരുത്, ഏച്ചുകെട്ടാവരുത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ അതായത് വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പഞ്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു പങ്ക്തിയിൽ, അപ്പോൾ എത്തരത്തിലാണ് അതിൽ നിന്ന് വായനക്കാരിലൊക്കെ പ്രതികരണം എത്തരത്തിലാണ്? എനിക്ക് തോന്നുന്നത് മിക്കവാറും ദിവസങ്ങളിൽ പഞ്ചിങ്ങിൻ്റെ വായനക്കാർ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രതികരണം എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ദിവസം തൃശ്ശൂർ ഞാനിങ്ങനെ ഓട്ടോറിക്ഷ പോകുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർ 3-4 പ്രാവശ്യം തിരിഞ്ഞു നോക്കി എന്നെ ഓട്ടിക്കുന്നതിനിടയിൽ. 4-5 തവണ ആയപ്പോൾ എനിക്കത് പ്രശ്നമായി. പുള്ളി കൊണ്ടെത്തിക്കുമോ എന്നുള്ള സംശയം. പുള്ളി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് പറഞ്ഞു, സാറല്ലേ ആ പഞ്ചിങ് എഴുതുന്നു. ഭയങ്കര സന്തോഷമായി. ഇന്ന് രാവിലെ ഞാൻ സാറിൻ്റെ കാര്യം പറഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം സാറ് എഴുതിയിരുന്നല്ലോ, ഈ അമ്പലത്തിൽ പോകുന്നവർ വില കൂടിയ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് കഴിഞ്ഞ ആഴ്ച ബാറ്റിൽ നിന്ന് മേടിച്ച ഏറ്റവും കൂടിയ ചെരുപ്പ് മറന്നുപോയി, മറ്റേ ചെരുപ്പ് ഇടണമെന്ന് വിചാരിച്ചാണ് ധൃതിയിൽ ഇറങ്ങി അത് തന്നെ എടുത്തു വെളിയിലിട്ടു. വെളിയിൽ കൊണ്ടിട്ടിട്ട് അകത്ത് കയറി ഒരുപാട് കാര്യങ്ങൾ പറയാൻ വന്ന ആൾ ഈ ചെരുപ്പ് തന്നെ ഓർമ്മിക്കുകയും ചെരുപ്പിൻ്റെ സൈഡിൽ ഒരുത്തൻ ആ വെടിയുടെ സൈഡിൽ ഇരുന്നുകൊണ്ട് ചെരുപ്പിലോട്ട് സൂക്ഷിച്ച് നോക്കുകയുണ്ടായി. അവൻ മിക്കവാറും അതിട്ടുകൊണ്ട് ഇപ്പോൾ പോവുകയായിരിക്കും എന്നൊക്കെ ആലോചിച്ച് പറയാൻ വന്ന കാര്യങ്ങളെല്ലാം മറന്ന് തിരിച്ച് ചെല്ലുമ്പോൾ ചെരുപ്പ് അവിടെ ഉണ്ട്, വെടിയുടെ അടുത്തിരുന്നവനും ഉണ്ട്. ആ അമ്പല ദർശനം പാഴായി പോകുന്നതിനെ കുറിച്ച് എഴുതിയിരുന്നല്ലോ. ഇന്ന് എൻ്റെ ഭാര്യ മെനഞ്ഞാന്ന് മേടിച്ച് ചെരുപ്പ് എടുത്തിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സുദർശന സാർ എഴുതിയ പോലെ തന്നെ ആയിരിക്കും. എനിക്ക് എൻ്റെ അത്ഭുതം അതല്ല, ഇന്നിപ്പോൾ സാറിനെ നേരിട്ട് കാണാനും ഇങ്ങനെയൊക്കെയുള്ള രസകരമല്ലാതെയും ധാരാളം. സാറ് അതേപോലെ നമുക്ക് നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചു തുടങ്ങി. അപ്പം അതിനിടയ്ക്ക് നമ്മൾ സാറിന് ഈ അടുത്ത് വന്നൊരു ലേഖനത്തിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് ഒരു ഭാഷയെ കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടും ഒക്കെ പറയുന്നത്, ശരിക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഷയുടെ ഒരു പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സാറിന് ഒരു ലേഖനം ഈ അടുത്ത കാലത്ത് വരികയുണ്ടായി. അപ്പം അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? തിരുവനന്തപുരം ഭാഷ ഞാൻ പറയും ഏറ്റവും നല്ല ഭാഷയാണ്. ഏറ്റവും അധികം ഭാവത്തെ സംവദിക്കുന്ന ഭാഷയാണ്. അങ്ങനെ പറയാൻ കാര്യം, ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഈ ഓരോ പ്രാദേശികമായിട്ട് പോലും ഭാഷയ്ക്ക് മാറ്റമുണ്ട്. തിരുവനന്തപുരത്തെ നമ്മൾ സാറിന് പറയുന്നത് ഉരുണ്ടു വീണു എന്നാണ്. കുറച്ചുകൂടെ നെയ്യാറ്റിൻകര ബോർഡർ അവിടേക്ക് എത്തിയാൽ ഉരുണ്ടടിച്ച് വീണു എന്ന് പറയും. കുറച്ചുകൂടെ ബോർഡറിലോട്ട് പോകുമ്പോൾ ഉരുണ്ടടിച്ചിട്ട് വീണെന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ വീണു എന്ന് പോലും വ്യക്തമായിട്ട്, ഇപ്പം അവൻ ചറുക്കി വീണു, പെണ്ണ് ചറുക്കി വീണു എന്ന് പറഞ്ഞാൽ ആസ്ട്രേലിയക്കാരന് വരെ അത് ചിലപ്പോൾ മനസ്സിലാവും, അതിൻ്റെ ആ സ്ലാങ്ങും ഒക്കെ ഉപയോഗിച്ച്. മാത്രമല്ല നമുക്കൊരു ഫീല് തരുന്ന ഭാഷയാണ്. ഞാനിത് പാലക്കാടും തൃശ്ശൂരും ഒക്കെ ചില മീറ്റിങ്ങുകളിൽ തിരുവനന്തപുരം ഭാഷയെക്കുറിച്ച് രാജമാണിക്യം വരുന്നതിന് മുമ്പും പിമ്പും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ, നിങ്ങൾ എന്നോട് യോജിക്കുമെങ്കിൽ കൈയടിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ കൈയടിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ഇപ്പോൾ നമുക്ക് ദേഹാസകലം ചൊറിയുന്നു, ഒരു വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇച്ചിങ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ്. അത് എല്ലാ ജില്ലക്കാർക്കും എങ്ങനെ പറയാൻ കഴിയും? അല്ല, ചൊറിയുന്നു. അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരത്തിന് ഭാഷ മാത്രമായി സവിശേഷമായൊരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയോ? അത് കേൾക്കുന്നവർക്കും തോന്നും, ആ ഫീലിംഗ് തോന്നും, ഊരലും കടിയും. എനിക്ക് വല്ലാത്ത ഊരലും കടിയും എന്ന് പറഞ്ഞാൽ
അത് ശരിക്കും അത് കൺവേ ചെയ്തു കഴിഞ്ഞു. ഈ വിധത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയ്ക്ക് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പക്ഷേ ഈ ആക്ഷേപിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ബൗഞ്ചി എന്ന് പറയുമത്രേ, പൊളന്നെന്ന് പറയുമത്രേ, പയലെന്ന് പറയുമത്രേ, അതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ അതിൽ നിന്നെല്ലാം ഒരുപാട് റിഫൈൻഡ് ആയ ഒരു ഭാഷ തന്നെയാണ്. ശരിക്കും നമ്മൾ മലയാളത്തിൽ വേറെ ഏത് ജില്ലയിലുള്ള ഒരു ഭാഷയെക്കാളും കൃത്യമായിട്ട് നമുക്ക് വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു സ്വാധീനമായി ഈ തിരുവനന്തപുരം ഭാഷയ്ക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ഒന്നാമത് തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പം ഞാൻ സംസാരിച്ച തിരുവനന്തപുരത്തുകാരനാണല്ലോ. ഞാൻ സംസാരിച്ചതിൽ തിരുവനന്തപുരത്തിൻ്റെ സവിശേഷമായ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നറിയില്ല. ഇത് തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ ഭാഷ. കാരണം എല്ലാ ജില്ലക്കാരും എല്ലാ സംസ്കാരവും കൂടെ ഒത്തുവന്ന് നിൽക്കുന്ന ഒരു തടാകമാണ് തിരുവനന്തപുരം. ഈ തടാകത്തിൽ ഏറ്റവും നല്ല ഭാഷയുടെ ഏറ്റവും നല്ല പുഷ്പങ്ങളും സുഗന്ധവും വിരിയുന്നു എന്ന് തന്നെ പറയാനാണ് എനിക്കിഷ്ടം. സാറിൻ്റെ ഈ പഞ്ചിങ് എന്ന് പറയുന്ന ലേഖന പരമ്പരയിൽ ഓരോ ലേഖനങ്ങളും ഇത്ര പഞ്ചിങ് ആയിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് സാറിനോട് ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ അതിൽ ഏതൊരു കാര്യത്തെയും നർമ്മത്തോട് കൂടിയിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയുന്ന സാറിൻ്റെ ഈ ഒരു കഴിവ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, സാർ അതോടൊപ്പം ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകളോടുകൂടിയുള്ള ഒരു മനുഷ്യനാണ്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞിട്ട്, ഒരു തിരക്കിൻ്റെ ലോകത്തിൽ നിന്ന് ഇത്തരം രസകരമായ നർമ്മങ്ങൾ എങ്ങനെ കണ്ടെത്താൻ കഴിയുന്നു, അല്ലെങ്കിൽ അതിനുള്ള സമയം എങ്ങനെ ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എല്ലാ ക്ലേശകരമെന്ന് തോന്നുന്ന കർമ്മങ്ങളും അതിൽ സമ്പൂർണ്ണമായി ഇടപെട്ടിരിക്കുന്നവർക്ക് ഏറ്റവും ലളിതമായി തീരും എന്ന് പറയുന്ന ഒരു പ്രകൃതിയുടെ സത്യമാണ് അതിനകത്തുള്ളത്. നമ്മളത് നിരന്തരം ചെയ്യുന്നത് കൊണ്ട് നമുക്കതൊരു ക്ലേശമായിട്ട് തോന്നാതെ തന്നെ അതൊരു ശീലമായി മാറുകയാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുകയാണ്. എന്തായാലും സാറിന്റെ ഓരോ വാക്കുകളും നമ്മളിൽ ഉണ്ടാക്കി രസകരമായ ഓരോ നിമിഷങ്ങളാണ്, ഓരോ വാക്കുകളും ഞങ്ങൾക്ക് പകർന്നു തന്നത്. നമ്മുടെ പ്രേക്ഷകർക്കും അത് അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. എന്തായാലും സാറിന് ഇത്തരത്തിലുള്ള രസകരമായ ഒരുപാട് ലേഖനങ്ങളും അല്ലെങ്കിൽ പ്രസംഗങ്ങളും ഒക്കെ ഇനിയും ഒരുപാട് കേൾക്കാനും വായിക്കാനുമുള്ള കഴിവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഇനിയും ഒരുപാട് നല്ല ലേഖനങ്ങൾ എഴുതാൻ കഴിയട്ടെ എന്നും അത് എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ കഴിയട്ടെ എന്നും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.